നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു COP3 അവസാനത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ് COP3G. അത് അല്പം നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. നമ്മുടെ ആശുപത്രിയിലേക്ക് വരുന്ന പേഷ്യൻ്റ് എമർജൻസി സാഹചര്യം ഉണ്ടായി ആംബുലൻസ് പോയി പിക്ക് ചെയ്തുകൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ വളരെ എമർജൻസി ഒരു സാഹചര്യത്തിൽ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് പേഷ്യൻ്റ്. ആംബുലൻസിൽ ആ പേഷ്യൻ്റ് ആയിരിക്കുന്ന സമയം ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ട് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ ടൈം. ആ പേഷ്യൻറ്റിൻ്റെ ഏജും വെയ്റ്റും മറ്റ് പ്രൊഫഷണൽ ഡയഗ്നോസിസുകളും അവിടുന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടാൽ ആ ആംബുലൻസിൽ ഉള്ള ബേസിക് ട്രെയിനിങ് കിട്ടിയ ആംബുലൻസ് പേഴ്സൺസിന്, ആംബുലൻസിലുള്ള മനുഷ്യർക്ക്, ടെക്നീഷ്യൻസിന് ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ ഓർഗനൈസേഷനിൽ നിന്നുള്ള റെഫറൻസോടുകൂടി ചെയ്യാൻ സാധിക്കും. അതിന് അത് വേണം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ഇവിടെ ഗ്രേപ്സ്. എനിക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട്. കാരണം നമ്മളിത് മുൻകൂട്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു സൊല്യൂഷനാണ്. പലപ്പോഴും ഒരു അധികപ്പറ്റെന്ന് തോന്നിയിരുന്നത്, എന്നാലൊരു സ്റ്റാൻഡേർഡിൻ്റെ പാർട്ടായിട്ട് നമ്മൾ കാണുമ്പോൾ ഇതൊരു അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയിട്ടാണ് കാണുന്നത്, ഒരു എക്സലൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഗ്രേപ്സിൻ്റെ സോഫ്റ്റ്വെയറിൽ എപ്പിക് വാൾ എമർജൻസിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ED കെയർ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ED കെയറിൽ നിങ്ങളൊരു പേഷ്യൻറ്റിനെ അവിടുന്ന് പിക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ പേഷ്യൻറ്റിനെ രജിസ്റ്റർ ചെയ്യാനും കണ്ടീഷൻസ് മെൻഷൻ ചെയ്യാനും അത് നമ്മുടെ എപ്പിക് വാളിൽ ഡിസ്പ്ലേഡ് ആകും. ആ പേഷ്യൻറ്റിൻ്റെ അറൈവൽ മനസ്സിലാക്കിയിട്ട് ആ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫിസിഷ്യൻസിന് വേണ്ടുന്ന അഡ്വൈസസ് കൊടുക്കാൻ പറ്റും. ഒരു എമർജൻസി മെഡിസിൻ ഏത് ഇപ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യണം, എന്തൊക്കെയാണ് ഒരു നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഏജൻസി ആയിട്ടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പുറത്തേക്ക് കൊണ്ടുപോകുന്നൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇതേ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ BSAയും മൈഗ്രേപ്സുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ അത് റിവേഴ്സായി സാഹചര്യം ഇവിടുത്തെ ഒരു പേഷ്യൻ്റാണ്. സോ നമുക്ക് ഫയൽ ആൾറെഡി ക്രിയേറ്റഡ് ആയി കഴിഞ്ഞു. കണ്ടിന്യൂഷൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ആ ടൈമിൽ അടുത്ത സ്ഥലത്ത് എത്തുന്നത് വേണ്ടുന്നത്. ഈ വക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്താൻ നമ്മളെ അഡ്വൈസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് COP3G. The emergency department identifies opportunities to initiate treatment at the earliest when the patient is in transit to the organization. At the earliest means at the first time when we can give a treatment to the patient. ഈ ഒരു അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ലൈഫ് സേവിങ് മെക്കാനിസത്തെക്കുറിച്ച് അഡ്വൈസ് ചെയ്യുന്നത്. പലപ്പോഴും ആംബുലൻസ് ട്രാവൽ ചെയ്ത് ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് ഡിലേ ആകുന്ന സമയത്ത് നമുക്ക് നിസ്സഹായരായി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ടെലഫോണിലെ കമ്മ്യൂണിക്കേഷന് ഒരു ക്ലാരിറ്റി കുറവുണ്ടാകാം. എന്നാൽ ഇത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഗ്രേപ്സ് IDMRൽ ആൾറെഡി എനേബിൾഡ് ആണ്. നമുക്ക് ആ പേഷ്യനെ രജിസ്റ്റർ ചെയ്യാം. ബേസിക് ഇൻഫർമേഷൻസ് ഓഫ് ദ പേഷ്യൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അത് വിസിബിൾ ആയിരിക്കും എമർജൻസി ഫിസിഷ്യന്. അദ്ദേഹത്തിന് വേണ്ടുന്ന അഡ്വൈസ്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എമർജൻസി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഫോർ ദ പേഷ്യൻ്റ് സേഫ്റ്റി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ് സഹായിക്കും. COP3G ഈ ഒരു സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ഒബ്ജക്റ്റീവ്.